ഹലോ ഹായ് എല്ലാവർക്കും നമസ്കാരം. ദേവൂസ് പാരഡൈസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങൾ ജസ്റ്റ് ഇതാ ഓഫീസ് കഴിഞ്ഞ് വന്നു. എല്ലാവരും ഒന്ന് നമ്മളൊരു ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ട് വിപിൻ, അവൻ്റെ വീട്ടിലേക്ക് പോവാണ്. ഞങ്ങൾ വർക്കിംഗ് ഡേ ആയതുകൊണ്ട് ഞങ്ങൾ കുറച്ച് ലേറ്റ് ആയി ഇറങ്ങാൻ. അത്യാവശ്യം ബ്ലോക്കും ഉണ്ടായിരുന്നു. ദേവു ഹായ് പറയ്. ഹായ് ദേവു ഹായ് പറയ്. ഓക്കെ, അങ്ങനെ ഞങ്ങൾ ഇറങ്ങി. ബ്ലോക്കൊക്കെ ചെറുതായിട്ട് മാറിയതിന് ശേഷം ഞങ്ങൾ അങ്ങോട്ട് എത്തി. അവൻ്റെ വീട്ടിൽ ഈ പറഞ്ഞ പോലെ 3 പിള്ളേരാണ്. അതുകൊണ്ട് ദേവ് ഭയങ്കര ഹാപ്പിയാണ്. ഞങ്ങളവിടെ എത്തി. അവൻ്റെ മമ്മിയാണിത്. എടാ ഒരു ഹായ് പറഞ്ഞേ. ഞങ്ങളൊരു വ്ളോഗ് തുടങ്ങിയിട്ടുണ്ട്. ഹലോ, ഞങ്ങൾ യൂട്യൂബിൽ ഇടുന്നുണ്ട്. അതുകൊണ്ടാ കേട്ടോ. നാളെ ഞാൻ എഡിറ്റ് ചെയ്ത വീഡിയോ നിനക്ക് അയച്ചു തന്നായിരിക്കും. നിനക്ക് പ്രത്യേകിച്ച് ഇതാണ് അവൻ്റെ വീട്. കാരണം നല്ല നമുക്ക് നാട്ടിലൊക്കെ പോയൊരു ഫീലാണ്. ശരിക്കും നല്ല ഒരു ചെറിയ വീടാണ്. ഞങ്ങൾക്ക് പോകാനുള്ള സമയം അധികം നമുക്ക് കിട്ടാറില്ല. കാരണം കുറച്ച് ദൂരമുണ്ട്, 15 മിനിറ്റ് പോയാൽ ശരിക്കും നല്ലൊരു വൈബാണ്. അങ്ങനെ അവന് ചിക്കൻ കറിയൊക്കെ ചെയ്തു, ചിക്കനും കഴിക്കുകയും ചെയ്തു. അവിടെ പോയി എടുക്ക്. ഇമാനു അത്യാവശ്യം നന്നായി വരയ്ക്കും. എന്നോട് വരയ്ക്കാൻ പറ്റുന്നതാണ് കോമഡി. ഞാൻ ഈ പെൻസിൽ പോലും പിടിച്ചിട്ടില്ല. ഇമാനു അത്യാവശ്യം വരയ്ക്കുകയൊക്കെ ചെയ്തു. ഇമാനു ഞങ്ങൾ കുറച്ച് സമയം സ്പെൻഡ് ചെയ്തതിന്റെ ശേഷം നല്ലൊരു വൈബാണ് അവിടെ പോയത്. പ്രത്യേകിച്ച് അവനും ഭയങ്കര പോസിറ്റീവ് എനർജിയാണ്. അവൻ ഈ കിളിയും അങ്ങനത്തെ കാര്യങ്ങളോട് പെറ്റ്സിനോട് ഭയങ്കര ഇഷ്ടമാണ്. എനിക്കാണെങ്കിൽ ഇതിനെ കാണുക എന്നുള്ളത് അങ്ങനെ വലിയ ഇഷ്ടമൊന്നുമില്ല. ഞാൻ പറഞ്ഞില്ല, നാട്ടിലെ പോലെ മരവും ഇതൊക്കെ ആയിട്ട് ഈ ടൗൺ ഏരിയയാണ് കുറച്ച് അങ്ങോട്ട്. നല്ലൊരു വൈബാണ്. പക്ഷെ ഇപ്പൊ ചൂടുകാലമായതുകൊണ്ട് മറ്റേതാണ് അത്യാവശ്യം പച്ചക്കറി കൃഷിയും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ പോയത് ലേറ്റായി. അടിപൊളി വൈനിട്ട് വന്നായിരുന്നു. പോയ പോക്കിന് ഞാൻ അതുകൊണ്ടാണ് വന്നത്. അങ്ങനെ ഞങ്ങൾ കുറച്ച് കിട്ടിയില്ല, ഒരു 3 മണിക്കൂർ ഒക്കെ കിട്ടിയുള്ളൂ. ദേവു പക്ഷെ ഭയങ്കര ഹാപ്പി ആയിരുന്നു. ദേവു ശരിക്കും ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഇപ്പൊ ഇമാനു ഫുള്ളായിട്ട് വരച്ചത് കൊണ്ട് ഞങ്ങളൊക്കെ കാണിച്ചു തന്നു. പിടിച്ച് വാങ്ങിച്ചത് ഇമാനു പെട്ടെന്ന് ഫീൽ ചെയ്യുന്ന കൂട്ടത്തിലാണ് ദേവു. പക്ഷെ ശേഷം ദേവു പോയി പിടിച്ച് വാങ്ങി കൊടുത്തു. രണ്ടാഴ്ചയായിട്ട് അങ്ങോട്ട് പോകണം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാന്നല്ലാതെ ഒരു ഓർമ്മയായിട്ട് വരും. ഇങ്ങോട്ട് വരാറുണ്ട്. ഫാമിലി പോലെയാണ്. അവരോട് ബൈ ഒക്കെ പറഞ്ഞു.